என்னங்க எழுந்துரு, மேல என்னவோ சத்தம் கேக்குது. 300, 301, 302, 303, 304. അയ്യോ എന്താ എനിക്ക് അയ്യോ വല്ലതും പറ്റിയോ? എന്റെ കൈ ഒളിക്കടാ. എങ്ങനെ ഉള്ളായിരിക്കും? ലൂസ് ബോഡി അല്ലേ ചേട്ടാ? ആയിരിക്കും ഡംബിൾസ് കണ്ടോ? ഇതിങ്ങനെ എടുത്ത് വല്ലപ്പോഴും പരിപാടി നടക്കില്ല, ഞാൻ പറഞ്ഞേക്കാം. അതെ, ഈ ഓൾഡ് ഏജ് ആയി പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എക്സർസൈസ് ചെയ്തു ബോഡി ഇങ്ങനെ കാര്യമൊന്നുമില്ല. അതെ, ഞാൻ കൂടി ഹെൽപ്പ് ചെയ്യാം. വന്നേ, ട്രൈ ചെയ്യൂ, നമുക്ക് ഒന്നിട്ട്. ബോഡി ഫിറ്റ് ആക്കുന്ന സമയത്ത് വിഷമദ്യം അടിച്ച എന്താ എന്താ ഇവിടെ എന്താന്ന്? അതെ, ഇവിടെ എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല എന്ന്. നീ എങ്ങനെയാണ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? നിനക്കറിയാലോ, എനിക്ക് ഇത്തരം പാർട്ടീസുമായിട്ട് സഹകരിച്ച് പോകാനേ പറ്റില്ല. ഞാനോ നിന്നെ സഹിക്കുന്നു, ബാക്കിയുള്ളവരെ കൂടെ ഉപദ്രവിക്കണോ? നീ ആരെ കിടന്ന് തുള്ളാൻ? നിന്റെ ചേട്ടൻ. ഓ പിന്നെ എന്താടാ, 3.5 മിനിറ്റ് ആണെങ്കിലും ഞാനാ ചേട്ടൻ, നീ അത് മറക്കുന്നു. സാരമില്ല, ഞാനത് ഇടയ്ക്കിടയ്ക്ക് നിനക്ക് ഓർമ്മിപ്പിച്ച് തരാം. അന്നേ ഞാൻ പറഞ്ഞതാ വീട് ബാച്ചുലേഴ്സിന് കൊടുക്കണ്ടെന്ന്. വല്ല ഫാമിലി ആയിരുന്നെങ്കിൽ ഈ വക ശല്യം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ஒரு ஃபேமிலி இங்க கொஞ்ச நாள் இருந்ததானே, എന്നിട്ട് എന്നാச்சு? உங்க வாய்നോട്ട സഹിക്കാതാനേ അവര് പോനது. വസു, നീ വെറുതെ വഴക്കിന് വഴിയുണ്ടാക്കരുത്. ഇന്ന് നല്ലൊരു ദിവസമാണ്. அப்படியானா சீக்கிரம் போய் குளிச்சிருங்க. இன்னைக்கு கொஞ்சம் ஏர்லியரா ஆபீஸ் போயிடலாம். ഞാനിന്ന് ലീവാ. எனக்கு தெரியும், அந்த சுமதி குட்டியை பாக்குறதுக்கு தானே. വസു, 2000 പറഞ്ഞ നീ എന്റെ തനി സ്വരൂപം കാണും. அந்த ரூபனன் டெய்லி பார்த்துட்டு தானே இருக்குது. എടി പട്ടത്തി പിശാചേ, നീ என்ன சொன்ன? நான் பிசாசா? ஐயோ கடவுளே, நான் என்னமெல்லாம் கேட்க வேண்டி இருக்கு. மேல இருந்து நீ இதெல்லாம் பார்க்கவில்லையா?